അസ്സലാമു അലൈക്കും. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് 6 വേർഡ്സാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. 6 വേർഡ്സ്. ഒന്നാമത്തത് ഞാൻ ഇർജിഉ എന്ന് എഴുതി. ഇർജിഉ ഒന്നാണ്. ഇർജിഉ ഒന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് അതിൻ്റെ അർത്ഥം വൺ മെയിലാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തത് ഉണ്ടാക്കുന്ന സമയത്ത് ഇർജിആനി എന്നാണ്. ഇർജിആനിയുടെ അതിൻ്റെ അർത്ഥത്തിൽ വരുന്നത് 2 മെയിലാണ്. ഓക്കെ. മൂന്നാമത്തത് ഇർജിഊനയാണ്. അതിൻ്റെ മീനിങ്ങിൽ വരുന്നത് 2+. അത് 2-ലധികമാണ്. 3 ആകാം, 4 ആകാം, എത്ര ആയിക്കോട്ടെ. 2+ മെയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലൈനിൽ ഇപ്പോൾ 3 ഈ 3 മെയിലിൻ്റേതാണ്. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇർജിഊ ഇതുവരെ ഓക്കേന്. ഇനി ഇവിടെ രണ്ടാമത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു ആനി എന്നുള്ള ഭാഗം അവിടെ എക്സ്ട്രാ ആഡായി. അത് ഇതിൽ 2 ആളുകൾ. ഇർജിഊ എന്നുള്ള വാക്കിനർത്ഥം മടങ്ങുന്നു എന്നാണ്. ഇർജിആനി എന്ന് പറഞ്ഞാൽ മടങ്ങുന്നു. ആര്? ഒരു ആണ്. ഹി റിട്ടേൺസ് എന്നുള്ള അർത്ഥത്തിലേക്കാണ് എന്ത് ഇർജിഊ വരിക. എന്നാൽ രണ്ടാമത്തിലാണെങ്കിൽ ബോത്ത് ഓഫ് ദം, അവർ 2 പേരും മടങ്ങുന്നു എന്നുള്ള അർത്ഥം വരും. മൂന്നാമത്താകുമ്പോൾ ദേ റിട്ടേൺ. അവർ, അത് ആണുങ്ങളാണ്. ആണുങ്ങളായിട്ടുള്ള അവർ റിട്ടേൺ. അതിൻ്റെ എക്സ്ട്രാ ഇതിൽ ആഡ് ആവുന്നത് എന്താണ്? ഊന. ഇവിടെ ആനി, ഇവിടെ ഊന. ഇതാണ് മെയിൽ സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത സംഭവം, ഇനി അടുത്തത് ഫീമെയിലിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് വരുന്ന മാറ്റം എന്താ നോക്കാം. ആദ്യം യാ മാറിയിട്ട് ഇവിടെ യാ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോൾ അത് ത ആയിട്ട് മാറും. ത അല്ലെങ്കിൽ തു ഒക്കെ ആവും. ത ആയിട്ട് മാറും. ഇർജിഊ എന്നുള്ളത് എന്തായി? തർജിഊ ആകും. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇർജിഊ എന്നുള്ളത് തർജിഊ ആയിട്ട് മാറുന്നു. അതിൻ്റെ മീനിങ്ങിൽ ഒരു ഫീമെയിലാണ്. അപ്പം എന്താ? ഷീ റിട്ടേൺസ് എന്നുള്ള അർത്ഥമാണ് വരിക. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ തർജിഊ, അടുത്തത് തർജിആനി. ഇതിൽ നിന്ന് എന്താ ഇവിടെ ഡിഫറൻറ്റ് വന്നത്? ഈ ആനി കൂടി. ഓക്കെ. ഇനിയുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ളതിലെ, അതായത് ഈ ഏരിയ, അതായത് ദേ പക്ഷെ ആരാണ്? ഫീമെയിലാണ്. അവരാണ് പക്ഷെ പെണ്ണുങ്ങളാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു സെക്ഷനിൽ മാത്രം ഡിഫറൻസ് വരും. ഇതിനെ നോക്കിയിട്ട് ഇവിടെ എഴുതാൻ പാടില്ല. ഇവിടെ യാ തന്നെയാണ് ഉപയോഗിക്കുക. ഇർജിഅന എന്നാണ് വരിക. ഇർജിഅന ഈ രീതിയിലാണ് വരിക. ഓക്കെ. അങ്ങനെ ടോട്ടലി 6 നമുക്കുള്ളത്. 1 2 3 4 5 6. ഈ ആദ്യത്തെ 3 മെയില്, രണ്ടാമത്തെ 3 ഫീമെയില്. അതിൽ തന്നെ ഈ ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവിടെ യാ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഊനയല്ല അവിടെ കൊടുക്കുന്നത്. എന എന്നുള്ള ശബ്ദമാണ്. എനയാണ്. അതുപോലെ യാ ആണ്. 2 കാര്യങ്ങളാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വേർഡും കൂടെ ഇതുപോലെ എഴുതിയിട്ട് നമുക്കത്
പരിശീലിക്കാം. അപ്പോൾ യദ്ഹബു, യദ്ഹബു എന്താണ് ഇവിടെ ഉണ്ടായിട്ട് ആനിയാണ് ചേർത്തത്. അപ്പോൾ എന്ത് ചെയ്തു? യദ്ഹബു യദ്ഹബാനിയായി. ഇവിടെ എന്തായിരുന്നു ചേർത്തത്? ഊനയാണ് ചേർത്തത്. അപ്പോൾ യദ്ഹബൂന. യദ്ഹബൂന. അങ്ങനെ ഫസ്റ്റത്തെ ലൈന് കംപ്ലീറ്റ് ആയി. ഈ രണ്ടാമത്തെ ലൈൻ, ഇതിൽ നിന്ന് യർജിഉൽ നിന്ന് താഴോട്ട് തർജിയിലേക്ക് വന്നു. അതുപോലെ എന്ത് ചെയ്യും? യദ്ഹബുവിൽ നിന്ന് താഴോട്ട് ഏതിലേക്ക് വരും? തദ്ഹബുവിലേക്ക് വരും. തദ്ഹബുവായി. ഇനി തദ്ഹബുവിൽ നിന്ന് ഇവിടെ തർജിഉൽ നിന്ന് തർജിആനിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തദ്ഹബുവിൽ നിന്ന് തദ്ഹബാനിയിലേക്ക് പോകും. തദ്ഹബാനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോർഷൻ. അതെന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? യാ കൊടുക്കുക. അതായത് യദ്ഹബു തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെ യർജിഅന അനയാണ്. അതുപോലെ ഇവിടെ യദ്ഹബ്ന ഈ രീതിയിലാണ് എഴുതേണ്ടത്.